ഇന്ന് അധികരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളെയും ബാധിച്ചിട്ടുള്ള ടെൻഷനുകൾ, ഡിപ്രഷൻ, സ്ട്രെസ്സ്. ഓരോ ആളുകളും പറയുന്നത് കേൾക്കാം, എനിക്ക് വളരെ വലിയ സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വളരെയധികം ഡിപ്രഷനുള്ള ഒരു അവസ്ഥയിലാണ്, വലിയ ടെൻഷനുകളാണ്. ഇങ്ങനെ സങ്കടപ്പെട്ട് ബേജാറായി ടെൻഷനടിച്ച് വളരെ വലിയ സമ്മർദ്ദങ്ങളും വിഷാദ രോഗങ്ങളും ഇതെല്ലാമായി കൊണ്ട് കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണം, അതിനുള്ള പരിഹാരം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ സംസാരത്തിലൂടെ. അതിനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊന്നുമല്ല, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും അവനിൽ വിശ്വസിക്കേണ്ടുന്ന രൂപത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള കാരണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അവൻ്റെ ഏകത്വം അംഗീകരിക്കുന്നതിലൂടെയല്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന ലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിന് 99 പേരുകളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100 ഒന്നൊഴികെ, അഥവാ 99 നാമങ്ങൾ റഹ്മാനായ റബ്ബിനുണ്ട്. മൻ അഹ്സാഹ, അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റബ്ബിന് 99 നാമങ്ങൾ, അതിൽ കൂടുതൽ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. പക്ഷേ ഈ 99 നാമങ്ങൾ അവൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഖുർആനിലൂടെ, ഹദീസിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നാം നമ്മുടെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? കാരണം അള്ളാഹുവിന്റെ പേരുകൾ കേവലം പേരുകൾ അല്ല, മറിച്ച് ആ ഓരോ നാമങ്ങളിലും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആരാണ് നമ്മുടെ റബ്ബ്, അവന്റെ ഗുണങ്ങൾ എന്താണ്, അവന്റെ സിഫാത്തുകൾ എന്താണ്, അവന്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഓരോ നാമങ്ങളിലുമുണ്ട്. ആ നാമങ്ങൾ പഠിച്ച് നമ്മുടെ റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിജയിച്ചു കഴിഞ്ഞു. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതുകൊണ്ടാണ് സൂറത്തുർ റഅദിലെ 28 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് സമാധാനമടഞ്ഞിരിക്കുന്നു. എല്ലാവരും പറയുന്ന കാര്യം അതാണല്ലോ, മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ടെൻഷനുകളാണ്, സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്. പരിഹാരം എന്താണ്? യഥാർത്ഥ തൗഹീദ് സ്വീകരിക്കലാണത്. അതാണ് അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ തൗഹീദ് സ്വീകരിച്ച ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടുന്ന രൂപത്തിൽ വിശ്വസിച്ച ആളുകൾ. തൗഹീദിന്റെ പഠനത്തിലുള്ള കുറവാണ് ഈ പറഞ്ഞ ടെൻഷനുകൾക്കെല്ലാം കാരണം. തൗഹീദ് എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കലാണ്. അവന്റെ റുബൂബിയത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്, ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്, മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു നൽകുന്നതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ നൽകാനോ ആർക്കും സാധ്യമല്ല. എന്നിങ്ങനെ അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള അവന്റെ ഏകത്വം അംഗീകരിച്ച് കഴിയുന്നതോടുകൂടി തന്നെ വളരെ വലിയ ഒരളവിൽ വിശ്വാസികൾ സമാധാനമുള്ള ആളുകളായിത്തീരുന്നു. പിന്നീട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, സഹായം അർത്ഥിക്കുവാൻ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നിങ്ങനെയുള്ള നേർച്ചകളും വഴിപാടുകളും എല്ലാം അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തി കൂടുതൽ കൂടുതൽ സമാധാനമടയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. മൂന്നാമതായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാകളിലും അഥവാ അവന്റെ നാമങ്ങളിലും സിഫാത്തുകൾ, അവന്റെ ഗുണവിശേഷണങ്ങളിലുമുള്ള അള്ളാഹുവിന്റെ ഏകത്വം, ആ ഏകത്വം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഓരോ പേരുകളും ആ പേരുകളിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി ഒരു അടിമ സമ്പൂർണ്ണമായും സമാധാനമടയുന്ന അവസ്ഥയുണ്ടാകുന്നു. ദുഃഖങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്നൊക്കെ മുക്തമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഓർമ്മകൾ കൊണ്ട് മനസ്സ് സമാധാനമടയുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് അള്ളാഹു പറയുന്നു, അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. എന്താണ് ഇവിടെ അള്ളാഹുവിന്റെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാവലാണത്. അത് കേവലം പേരുകൾ പഠിക്കുന്നതിലൂടെ മാത്രമല്ല, മറിച്ച് അതിനപ്പുറത്ത് അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ ശരിക്കും അറിയാൻ ഒരാൾക്ക് കഴിയുന്നു. ആരാണ് നമ്മുടെ റബ്ബ്, അവന്റെ മഹത്വം എന്താണ്, അടിമകൾ അവൻ ഏതെല്ലാം നിലക്ക് സഹായിക്കും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്. അത്തരം ആളുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവർക്ക് സങ്കടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് മുക്തമാവാൻ സാധിക്കും. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവർ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ ശത്രുക്കൾ ആ ഗുഹാമുഖത്ത് എത്തിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമുണ്ടായി, പേടിയുണ്ടായി, വെപ്രാളമുണ്ടായി. പക്ഷേ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താണ്? ലാ തഹ്സൻ, താങ്കൾ സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മളുടെ കൂടെയുണ്ട്. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഈ സങ്കടം, എന്തിനാണ് ഈ പ്രയാസം? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നത്, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, പ്രവാചകന്റെ മേൽ അല്ലാഹു ഒരു പ്രത്യേകമായ സമാധാനം ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് പ്രവാചകനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അള്ളാഹു പ്രത്യേകമായ സക്കീനത്ത് ഇട്ടുകൊടുത്തു എന്നാണ്. കാരണം അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് ആ സക്കീനത്ത് അള്ളാഹു ഇറക്കി കൊടുത്തത്. നമ്മൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അഥവാ മലക്കുകളെ കൊണ്ട് അള്ളാഹു പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ശക്തിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ് സക്കീനത്ത് മനസ്സിലേക്ക് ഇറങ്ങാൻ കാരണമായി തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന അഅലമുക്കും ബില്ലാഹ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് എനിക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത്. ആ അറിവാണ് പ്രവാചകൻ ഈ നിലക്ക് പ്രതികരിക്കാൻ കാരണം. സങ്കടപ്പെടേണ്ട, അള്ളാഹു കൂടെയുണ്ട്. അപ്പോൾ പ്രവാചകൻ അള്ളാഹു പ്രത്യേകം സമാധാനം ഇറക്കി കൊടുത്തു. ഈ സമാധാനം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതാണ്. ടെൻഷനുകളില്ലാത്ത, സങ്കടമില്ലാത്ത, പേടിയില്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹു സമാധാനം ഇറക്കി തരണം. എപ്പോഴാണ് അള്ളാഹു സമാധാനം ഇറക്കി തരുന്നത്? അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം, അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം, അവനിലുള്ള തവക്കുൽ കൃത്യമായിരിക്കണം, മനസ്സ് പതറിപ്പോകാൻ പാടില്ല. അള്ളാഹു എന്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ സഹായിക്കും എന്ന ചിന്ത വേണം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് സൃഷ്ടികളിലേക്ക് നമ്മുടെ തവക്കുൽ മാറാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത്തരം ആളുകളുടെ അടുക്കൽ പോയാലാണ് സമാധാനം കിട്ടുക എന്ന് ചിന്തിച്ചാൽ തന്നെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്നതാണ്. മറിച്ച് അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു മതി. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു. തന്റെ അടിമകൾക്ക് അള്ളാഹു പോരെ, നമുക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി. ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. ഇതാണ് വിശ്വാസികളുടെ പ്രത്യേകത. അപ്പോഴാണ് അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു, തന്റെ റബ്ബിനെ ഓർക്കുന്ന ഒരാളുടെയും വല്ലദീ ലാ യദ്കുറു, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെയും ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നാണ്. അപ്പോൾ തന്റെ രക്ഷിതാവായ റബ്ബിനെ ഓർത്ത് സമാധാനമടയുന്ന ഒരാളും റബ്ബിനെ ഓർക്കാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം, യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ ആഹ്ലാദം, ടെൻഷനും ദുഃഖവും ഇല്ലാത്ത അവസ്ഥ അള്ളാഹുവിനെ ഓർക്കുന്നിടത്താണ്, അവന്റെ തൗഹീദ് മനസ്സിലാക്കുന്നിടത്താണ്. അതുകൊണ്ട് വിശ്വാസികൾ നിരന്തരം തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും പഠിക്കണം. അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അപ്പോഴാണ് അവർക്ക് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത്. റബ്ബിനെ ഓർക്കാൻ അപ്പോഴാണ് അവർക്ക് സാധിക്കുന്നത്. അതില്ലാത്ത അവസ്ഥയാകുമ്പോൾ അവർ മയ്യത്ത് പോലെയാണ്, മരിച്ചതുപോലെയാണ്. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരുടെ മനസ്സ് മരിച്ചു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള എല്ലാ കാരണവും അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ തൗഹീദിനെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. പല ആളുകളും അവരുടെ ഡിപ്രഷന്റെ കാരണം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിന്റെ ടെൻഷന്റെ കാരണം പലപ്പോഴും ആളുകൾ എന്നോട് കാരുണ്യം കാണിക്കുന്നില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇണ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു ആരാണ്? വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുന്നവനാകുന്നു. ഇത് സൂറത്ത് യൂസുഫിലെ 92-ാമത്തെ ആയത്തിൽ കാണാം. വേറെയും ധാരാളം അധ്യായങ്ങളിൽ, ധാരാളം ആയത്തുകളിൽ അള്ളാഹു അർഹമുർ റാഹിമീനാണ് എന്ന് കാണാൻ കഴിയും. കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം അള്ളാഹുവിനാണ് നമ്മോട്. നമ്മുടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ, നമ്മളോട് കരുണ കാണിക്കുന്നതിനേക്കാൾ അള്ളാഹുവാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്. അത്രയ്ക്ക് കാരുണ്യമാണ് റബ്ബിന് നമ്മളോട്. അത്രയും അടുത്താണ് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നമ്മോടുള്ളത്. എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? വേറെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു കാരുണ്യവാനാണ്, അവന്റെ കാരുണ്യം എനിക്ക് ലഭിക്കും, അതാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന ആളുകൾക്ക് പിന്നെ ആ വിഷയത്തിൽ എന്ത് ടെൻഷനാണുള്ളത്? അതേപോലെ തന്നെ പല ആളുകളും അവരുടെ ടെൻഷന്റെ കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. എന്റെ ഹൃദയത്തിലുള്ളത് ആരും അറിയുന്നില്ലല്ലോ, എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്തുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിലെ 119 അത് കാണാം. വേറെയും ധാരാളം അധ്യായങ്ങളിൽ, ധാരാളം ആയത്തുകളിൽ ഇത് കാണാൻ കഴിയും. ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകളും റബ്ബിന് അറിയാം. എന്നിരിക്കെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റബ്ബിന്റെ ഇടപെടലുണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യവും സഹായവും ഉണ്ടാകും. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ നിയ്യത്ത് റബ്ബ് അറിയുന്നുണ്ട്. ആ ചിന്ത മതി നമുക്ക്. വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിഞ്ഞാൽ മതി. വേറെ പല ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല, ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല. എന്റെ ഭർത്താവ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും അദ്ദേഹം എന്നെ അംഗീകരിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നില്ല, മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല, മക്കൾ അംഗീകരിക്കുന്നില്ല, സുഹൃത്തുക്കൾ അംഗീകരിക്കുന്നില്ല. പലരുടെയും പരാതിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് ഹൂദിലെ 115-ൽ, വസ്ബിർ, താങ്കൾ ക്ഷമ അവലംബിക്കുക. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും കുറച്ചു കളയുകയില്ല. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരും. ആരും നമ്മളെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അംഗീകരിക്കും. സൂറത്തുൽ സൽസലയിലെ 7-ൽ പറഞ്ഞതുപോലെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, മിസ്ഖാലു ദർറത്ത്, അണുമണി തൂക്കം ഖൈർ നിങ്ങൾ ചെയ്താലും അത് പാഴായി പോവുകയില്ല. അള്ളാഹു അല്ലേ നമുക്ക് പ്രതിഫലം തരേണ്ടത്? മനുഷ്യർക്ക് നമുക്ക് പ്രതിഫലം തരാൻ കഴിയുമോ? അള്ളാഹുവിന്റെ അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്, അള്ളാഹുവിന്റെ പ്രതിഫലമാണ് വേണ്ടത്. മിസ്ഖാലു ദർറത്ത് ഖൈറാണെങ്കിലും അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും. ഒരിക്കലും സുഹൃതം ചെയ്യുന്ന ആളുകളുടെ സുഹൃതത്തെ, സൽക്കർമ്മത്തെ അള്ളാഹു പാഴാക്കുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കാനാണ് പറയുന്നത്. വസ്ബിർ, ക്ഷമിക്കുക. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു കുറച്ചു കളയുകയില്ല. അതേപോലെ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവേണ്ടുന്ന മറ്റൊരു കാര്യമാണ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂറത്തുൽ ബഖറയിലെ 20-ലും മറ്റു ഒട്ടനവധി അധ്യായങ്ങളിൽ, നിരവധി ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ?
ഒരു പ്രശ്നവും എൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ തോറ്റുപോകും, എനിക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല. ഇങ്ങനെ പല ചിന്തകളുമാണ് ആളുകൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നാണോ? ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് നമ്മുടെ നിസ്സാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ കരുതരുത്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്ത് ആലി ഇംറാനിലെ 160 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും തോറ്റു പോവേണ്ടതില്ല, തോറ്റു കൊടുക്കേണ്ടതില്ല. അല്ലാഹു നമ്മളെ സഹായിക്കുകയാണെങ്കിൽ, റഹ്മാനായ റബ്ബിനെ നമ്മൾ തിരിച്ച് ആ റബ്ബിനെ അനുസരിക്കുകയും അല്ലാഹു പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അങ്ങനെ റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. ഇത്രയും വാഗ്ദാനം നൽകുന്ന ഒരു റബ്ബുണ്ടായിരിക്കെ, എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബുണ്ടായിരിക്കെ, പിന്നെ എന്തിനാണ് സങ്കടം, എന്തിനാണ് ടെൻഷൻ, എന്തിനാണ് ഡിപ്രഷൻ? ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ റഹ്മാനായ റബ്ബ് നമ്മളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനല്ലേ? നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാമല്ലോ. സൂറത്തുൽ ബഖറയിലെ 186 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് താങ്കളോട് ചോദിച്ചാൽ നബിയെ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. അള്ളാഹു പറയാണ്, എന്റെ അടിമകളുടെ അടുത്ത് ഞാനുണ്ട്. അള്ളാഹു അവന്റെ അറിവുകൊണ്ട്, അവന്റെ കേൾവി കൊണ്ട്, അവന്റെ കാഴ്ച കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ടെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ തന്നെയാണ്. മറ്റെല്ലാവരെക്കാളും നമ്മോട് അടുത്ത് നിൽക്കുന്നത് അള്ളാഹുവാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. ഫൽയസ്തജീബു ലി. അതുകൊണ്ട് എന്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിച്ച് ജീവിക്കട്ടെ. വൽയുമിനൂ ബി. അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ. എങ്കിൽ അവർക്ക് സന്മാർഗം പ്രാപിക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന്റെ തൗഹീദ് അംഗീകരിക്കണം, അവനെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറയുന്നത്, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാമെന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. എല്ലാ രാത്രിയുടെയും അവസാന യാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. മൻ യസ്അലുനി ഫഅഅതിയ. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവർക്ക് ഞാൻ നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് എല്ലാ ദിവസവും ഒന്നാമത്തെ ആകാശത്തേക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും. എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ? അതേപോലെ തന്നെ വേറെ ചില ആളുകൾ, അവരുടെ ടെൻഷൻ എന്താണ്? അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമോ? അവർക്ക് വലിയ വലിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അത് തന്നെ ധാരാളമായി ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു പുറത്തു തരുമോ? പല ആളുകളുടെയും ചോദ്യമാണ്. സൂറത്തുൽ സുമറിലെ 53 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഒരുപാട് തെറ്റുകൾ സ്വന്തം ദേഹത്തോട് ചെയ്ത അതിര് കവിഞ്ഞ എന്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത്, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വേണ്ട എന്നാണ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹു പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. അതുകൊണ്ട് നിരാശ വേണ്ട, റബ്ബിനോട് തൗബ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. വേറെ പല ആളുകൾക്കുമുള്ള ടെൻഷൻ അവരുടെ ഉപജീവനത്തിന്റെ കാര്യമാണ്. അവരുടെ റിസ്ക് എന്താക്കും, മക്കളുടെ കാര്യം എന്താകും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും, അങ്ങനെ ഉപജീവനത്തെ സംബന്ധിച്ച്, ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ടെൻഷനാണ് ആളുകൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ 60 പറയുന്നത്, വകഅയ്യിൻ മിൻ ദാബത്തിൻ. ഈ ഭൂമിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട്, കരയിലും കടലിലും കാടുകളിലുമായിട്ട് എത്രയോ ജീവജാലങ്ങൾ. ലാ തഹ്മിലു റിസ്ഖഹാ. അവർക്കുള്ള ഭക്ഷണം നിങ്ങളാണോ കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ ആരാണ്? നിങ്ങളാണോ? അല്ല, മറിച്ച് അല്ലാഹു യർസുഖുഹാ. അള്ളാഹുവാണ് അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വഇയ്യാക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണവും അള്ളാഹു തരും. വഹുവസ് സമീഉൽ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ നമുക്കുള്ള ഭക്ഷണം അതാരാണ് നൽകുന്നത്? പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു. അവിടെ വല്ല കുറവും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്മുടെ റിസ്കിന്റെ കാര്യത്തിലും അമിതമായ ടെൻഷൻ വേണ്ട. അധ്വാനിക്കണം, ജോലി ചെയ്യണം, കച്ചവടം ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിൽ അമാന്തം കാണിക്കരുത്, അലസത കാണിക്കരുത്. എന്നാൽ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക് സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക് സുമ്മ യബ്അസു അല്ലാഹു മലക്കൻ ഫയുഅ്മറു ബി 4 കലിമാത്തിൻ വയുഖാലു ലഹു ഉക്തുബ അമലഹു വറിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദ് സുമ്മ യുൻഫഖു ഫീഹി റൂഹ്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ 4 മാസമായി കഴിഞ്ഞാൽ ആത്മാവ് ഊതുന്നതിന് മുമ്പ്, റൂഹ് ഊതുന്നതിന് മുമ്പ് ഒരു മലക്കിനെ പറഞ്ഞയച്ച് 4 കാര്യങ്ങൾ എഴുതി വെക്കപ്പെടുന്നുണ്ട്. ആ വ്യക്തി എത്ര കാലം ജീവിക്കും, അയാളുടെ ഉപജീവനം എന്തായിരിക്കും, സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ആത്മാവ് ഊതപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉപജീവനത്തിന്റെ കാര്യം അള്ളാഹു തർത്തീബാക്കിയിട്ടുണ്ട്. അത് ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മിലേക്ക് വരും. അത് പൂർത്തീകരിക്കാതെ ഒരാളും മരിച്ചു പോവുകയില്ല. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദകും ലൻ യമൂത ഹത്താ യസ്തക്മില റിസ്ഖഹു. നിങ്ങളിൽ ഒരാളും തന്നെ തന്റെ ഉപജീവനം പൂർത്തീകരിക്കപ്പെടാതെ മരിച്ചു പോവുകയില്ല. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയാണ് ഭക്ഷണം എന്നത് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ ഭക്ഷണം ഒക്കെ റബ്ബ് കണക്കാക്കിയിട്ടുണ്ട്. അമിതമായ ടെൻഷൻ ഉൾക്കേണ്ട ആ വിഷയത്തിൽ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അധ്വാനിക്കണം എന്ന് മാത്രം. അതിനപ്പുറത്ത് വലിയ ടെൻഷൻ അടിച്ച് ജീവിതത്തെ തന്നെ തകരാറിലാക്കി കളയുന്ന ആളുകൾ, അതൊരിക്കലും ശരിയല്ല.
അതേപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗങ്ങൾ വന്നാൽ അത് ശമിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സൂറത്തു ശുറായിലെ 78 മുതൽക്ക് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണെങ്കിൽ അവൻ എനിക്ക് മാർഗ്ഗദർശനം നൽകുന്നവനാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വ യസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നതും എനിക്ക് വെള്ളം കുടിക്കാൻ തരുന്നതും. അതൊക്കെ എന്റെ റബ്ബ് എനിക്ക് തരും. വ ഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. അപ്പോൾ രോഗം വന്നാൽ അല്ലാഹു ശിഫ നൽകും. ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ, അല്ലാഹു മരുന്നിറക്കാത്തൊരു രോഗവും ഇറക്കിയിട്ടില്ല. എന്തെല്ലാം രോഗമുണ്ട് അതിന് മരുന്നുമുണ്ട്. അന്വേഷിക്കുക, കണ്ടെത്തുക, ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക, രോഗത്തിന് ശമനമുണ്ടാകും. അതോടൊപ്പം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലേ? ആ പരീക്ഷണങ്ങൾ പോലും ഖൈറല്ലേ പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ ബഖറയിലെ 155 മുതൽ അല്ലാഹു പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്നാണ്. ഭയപ്പാട് കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, സമ്പത്തിലും ശരീരത്തിലുമുള്ള നഷ്ടം, മരണം, രോഗം, അതേപോലെ തന്നെ കൃഷിയിലുള്ള നഷ്ടം, ഇതിലൂടെയൊക്കെ അല്ലാഹു നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷിക്കുമെന്നാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ നമ്മോട് ക്ഷമിക്കാനാണ് പറയുന്നത്. നമുക്ക് വലിയ ഖൈറാത്തുകൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്ത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള നിലക്ക് ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെ അതിനുള്ള പ്രതിഫലം ഉണ്ടാകും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിൽ നിന്നുള്ള ഒരുപാട് ബറക്കത്തുകൾ, റഹ്മത്തുകൾ അവർക്കുണ്ടാകും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗ്ഗം സിദ്ധിച്ച ആളുകളും. അതുകൊണ്ട് തന്നെ ഏത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ക്ഷമിച്ചാൽ അവർക്ക് റഹ്മത്തുണ്ട്. അല്ലാഹു പ്രത്യേകം അവരെ സംബന്ധിച്ച് ആകാശലോകത്ത് പരാമർശിക്കും. അതിനപ്പുറത്ത് അല്ലാഹു അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ധാരാളം ഖൈറാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ടെൻഷന്റെ ആവശ്യമില്ല, ഡിപ്രഷന്റെ ആവശ്യമില്ല. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തതാണ്, തൗഹീദ് കൂടുതൽ പഠിക്കാത്തതാണ്. പഠിച്ച ആളുകൾ തന്നെ അത് മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അവന്റെ അസ്മാകൾ, സിഫാത്തുകൾ, അവന്റെ തൗഹീദിന്റെ വ്യത്യസ്ത ഇനങ്ങൾ, അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഇതിലുള്ള അറിവ് കൂടുന്നതിനനുസരിച്ച് ടെൻഷനുകളും സങ്കടങ്ങളും ഇല്ലാതെയാകും. എന്നാൽ അതിൽ അറിവ് കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ശരിയായ അറിവും ബോധവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.